ചിട്ടി എന്ന് പറയുമ്പോൾ നിക്ഷേപ പദ്ധതി എന്നതുപോലെ തന്നെ ഒരു ലോൺ പ്രോഡക്റ്റും. ഓർഗനൈസ്ഡ് സെഗ്മെന്റിന്റെ ചിട്ടി അല്ലാതെ പല വിധത്തിലുള്ള ചിട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ചിട്ടിയെ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഈ ചിട്ടിയുടെ അകത്തെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ വിളിക്കുറവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു വീത പലിശയുടെ ആ ഒരു വ്യത്യാസമാണല്ലോ ഉള്ളൂ. ചിട്ടിയെ നിയന്ത്രിക്കാൻ 2 നിയമങ്ങളാണുള്ളത്. ഒന്ന് അതാത് സംസ്ഥാനങ്ങളുടെ ചിട്ടി നിയന്ത്രിക്കുന്ന നിയമം, കേന്ദ്ര ചിട്ടി നിയമം. അൺഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ചിട്ടികൾ സത്യത്തിൽ നിയമവിരുദ്ധമാണെന്നുള്ളത് മുമ്പേ പറയണം. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ചിട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. പക്ഷെ ഈ KSFയിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളതാണ്. ഈ ചിട്ടി സ്കീം പ്രൊമോട്ട് ചെയ്യുന്നവർ, അതായത് ഫോർമാൻ, ആ ഫോർമാന്റെ വിശ്വസ്തതയാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഫോർമാൻ നിരായുധനായി പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ വിശ്വസ്തനല്ലാതെ ആവുമ്പോഴാണ്. ചിട്ടിയിൽ നികുതി ബാധ്യത ഇല്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ചിട്ടിയിൽ ടാക്സേഷൻ ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ GST, ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സ്ഥലത്തും ചിട്ടിയുടെ പ്രൈസ് ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഈ ചിട്ടി, പ്രോഫിറ്റ് ഫ്രം ചിട്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പരമ്പരാഗത നിക്ഷേപ പദ്ധതിയായ ചിട്ടിയെക്കുറിച്ചാണ് മണിവേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിജോയ് എംപവരോസ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. ഈ സാധാരണക്കാർ മുതൽ വലിയ പണക്കാർ വരെ ഒരു നിക്ഷേപ പദ്ധതിയായി കാണുന്ന ഒരു സംഗതിയാണ് ചിട്ടി എന്ന് പറയുന്നത്. ചിട്ടിയെ എങ്ങനെയാണ് നമുക്കൊരു സുരക്ഷിത നിക്ഷേപ പദ്ധതിയായി കാണാൻ കഴിയുക? ചിട്ടി എന്ന് പറയുമ്പോൾ നിക്ഷേപ പദ്ധതി എന്നതുപോലെ തന്നെ ഒരു ലോൺ പ്രോഡക്റ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ മുതൽ ധനാഢ്യരായിട്ടുള്ള ആളുകൾ വരെ ചിട്ടിയെ ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ചിട്ടി ഒരു ജനപ്രിയ നിക്ഷേപ പദ്ധതി ആണോ എന്ന് ചോദിച്ചാൽ അത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു നിക്ഷേപ പദ്ധതി തന്നെയാണ് ഈ ചിട്ടി എന്ന് പറയുന്നത്. അത് ഉദാഹരണത്തിന് നമ്മൾ ഈ ചിട്ടിയുടെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിട്ടി എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന KSFയുടെ ചിട്ടികളാണ്. ചിട്ടിയുടെ ഒരു ഐക്കൺ, നമ്മുടെ സംസ്ഥാനത്ത് ചിട്ടിയുടെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ അത് KSF ആണ്. രണ്ടാമത് അതിനോടൊപ്പം തന്നെ റീച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എടുത്ത് അവർക്കെല്ലാം തന്നെ അംഗീകൃതമായ ചിട്ടിയുണ്ട്. പിന്നെ സ്വകാര്യ മേഖലയിൽ ഒത്തിരി ചിട്ടി കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരം നമ്മൾ പറഞ്ഞത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചിട്ടികളെ പറ്റിയാണ്. ഇനി അതിൻ്റെ എത്രയോ മടങ്ങ് ഓർഗനൈസ്ഡ് അല്ലാതെ നമ്മുടെ നാട്ടിൽ ചിട്ടികൾ നടക്കുന്നുണ്ടാവും. ഈ ഒരു നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ്ബുകൾ, അതുപോലെ 4 ആൾ കൂടുന്ന എന്തൊരു പ്രസ്ഥാനത്തിലും ഒരു ചിട്ടി, അത് ചിട്ടി എന്നുള്ള പേരിലല്ല, പക്ഷെ ചിട്ടിയുടെ ആ സവിശേഷതകളോട് കൂടി തന്നെ അത്. അപ്പോൾ അതിൽ അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ ആ ഒരു എലമെന്റ് അതിൻ്റെ അകത്ത് ഒരു ലോൺ ഇൻസ്ട്രുമെന്റ് എന്നുള്ളതിനേക്കാളും പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിൽ ആളുകൾ അത്, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണത് ഈ കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതിക്കാർ, അതിൻ്റെ ആ ഒരു സംഘങ്ങളുണ്ടല്ലോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അല്ല ഈ ഓണച്ചിട്ടികൾ, ന്യൂ ഇയർ ചിട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികളുണ്ട്. അതായത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു നേച്ചർ പക്ക ചിട്ടിയുടെ അല്ലെങ്കിൽ. അപ്പോൾ ചിട്ടി നമുക്ക് തരം തിരിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഓർഗനൈസ്ഡ് സെഗ്മെന്റിന്റെ ചിട്ടി അല്ലാതെ പല വിധത്തിലുള്ള ചിട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പാത്രച്ചിട്ടി, സൈക്കിൾ ചിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബെഡ്ഷീറ്റ്, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്ന ചിട്ടികൾ മുതൽ. അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നേച്ചറിലുള്ള ചിട്ടികൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ആളുകൾ ഇതിനൊരു നിക്ഷേപം എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ ഒരു ഹയർ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് നിക്ഷേപത്തെക്കാളും കൂടുതൽ ഭൂരിപക്ഷം ആളുകളും ഒരു ലോൺ എന്നുള്ള രീതിയിലാണ് ഇൻസ്ട്രുമെന്റിനെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മുന്നിലുള്ള പല നിക്ഷേപ പദ്ധതികളുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ചിട്ടിയിൽ നിക്ഷേപിക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ തലമുറയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായി ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകളും ഇതിൻ്റെ ഒരു സാധ്യത കണ്ടറിഞ്ഞിട്ട് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ചിട്ടിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് ലാഭമാണോ അതോ നഷ്ടമാണോ? ഈ
ശ്രീത്ത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ ഒരു വലിയൊരു ബൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്കും ശ്രീത്ത് പറഞ്ഞ പോലെ അല്ല, ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ചിട്ടിയെ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് ഈ ഇപ്പൊ പറഞ്ഞ SIP, മ്യൂച്വൽ ഫണ്ട്, ഷെയർ, അത്തരം നിക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണല്ലോ. ഷെയർ മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഒരു കയറ്റിറക്കങ്ങൾ, റിസ്ക്, അത്തരം കാര്യങ്ങൾ അതിന്റെ അകത്ത് കൂടുതലാണ്. ഒരു പക്ഷേ ഡിസ്ക്ലൈമർ തന്നെ ഉണ്ട്, ലാഭനഷ്ട അതെ അതെ. അപ്പൊ ആ ഒരു സാധ്യതയെ കണക്കിലെടുക്കുമ്പോഴത്തേക്കും ചിട്ടിയിൽ അതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലോസ്, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അൺഫോർസീൻ ലോസിനുള്ള സാധ്യതയില്ലെന്നുള്ളതാണ് ചിട്ടിയെ അത് വെച്ച് നോക്കുമ്പോൾ ആകർഷമാക്കുന്നത്. ഇത് രണ്ടിന്റെയും ടാർഗറ്റ് ഗ്രൂപ്പ് രണ്ടാണ്. അതായത് ചിട്ടി ആശ്രയിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും, അല്ലെങ്കിൽ വളരെ ചിട്ടി ആശ്രയിക്കുന്ന കുറച്ച് ആളുകളെ, ചിട്ടിയെ മുഖ്യമായിട്ട് ആശ്രയിക്കുന്ന വളരെ കുറച്ച് ആളുകളെ ഈ പറഞ്ഞ മേഖലയിലേക്ക് നിക്ഷേപം ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ. നേരെ തിരിച്ച് ഈ മേഖലയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാൾ ചിട്ടിയിൽ ഒരു പരിധി വിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ല എന്തെങ്കിലും പിയർ പ്രഷറിന്റെ പുറത്തോ സോഷ്യൽ പ്രഷറിന്റെ പുറത്തൊക്കെ ഒരു ചിട്ടിയിലെങ്ങാൻ ചേർന്നു എന്നതിനപ്പുറത്തേക്ക് അവര് അതിനെ അങ്ങനെ പൂർണ്ണമായിട്ട് ഇതൊരു നല്ലൊരു മാർഗം എന്നുള്ള രീതിയിൽ കാണില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്തൊരു പ്രധാന തിയറി എന്ന് പറയുന്നത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണ്. നമ്മൾ എവിടെ റിസ്ക് കൂടുതൽ എടുക്കാൻ തയ്യാറാകുന്നോ അവിടെ നമുക്ക് റിട്ടേൺ കൂടുതൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തിരിച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി അല്ലേ, അപ്പോൾ അതനുസരിച്ച് റിട്ടേൺ കുറയാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ചിട്ടിയുടെ അകത്തെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ വിളിക്കുറവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു വീതപലിശയുടെ ആ ഒരു വ്യത്യാസമാണല്ലോ ഉള്ളൂ. അതേസമയം മാർക്കറ്റ്, നമ്മൾ ഇന്ന് മാർക്കറ്റ് വലിയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വാർത്തയുടെ പുറത്ത് മാർക്കറ്റ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ഡിപ്ലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അൺസർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ചിട്ടി കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിട്ടിയിൽ പല പ്രയോഗങ്ങളുമുണ്ട്. ചിട്ടി വളരെ പഴക്കമുള്ള ഒരു നിക്ഷേപ രീതിയാണ്. നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സംഗതി. ഇതിൽ ചില പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ചിറ്റാൾ, അതുപോലെ തന്നെ സല, അങ്ങനെയുള്ള കുറച്ചേറെ ഇവയൊക്കെ എന്തൊക്കെയാണ് എന്ന് പറയാം. അതായത് ചിട്ടി ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിട്ടിക്ക് മറ്റൊരു ഒറിജിൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് അത് നമ്മളുടെ സ്വദേശി പ്രസ്ഥാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏകദേശം നാടൻ, തനി നാടൻ എന്ന് പറയാവുന്ന ഒരു കാര്യം. സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചിട്ടി ഉള്ളതായിട്ട്, അതിനി കേരളത്തിൽ ഉത്ഭവിച്ച് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോയതാണോ, തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക്, എയ്തർ വേ ഇത് ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലാണ് വളരെ പ്രചാരം നേടി നിൽക്കുന്ന ഒരു ഇത് കാഴ്ച നമുക്ക് കാണാം. അപ്പൊ അതിൽ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജി ഇതുപോലും ഒരു പക്ഷേ കേരളത്തിന്റെ ഒരറ്റത്ത് ഉപയോഗിക്കുന്ന ടെർമിനോളജി ആയിരിക്കില്ല മറ്റൊരറ്റത്ത്. ഇപ്പൊ ചിട്ടി എന്ന് നമ്മൾ ഇവിടെ, നമ്മൾ എറണാകുളത്തൊക്കെ നമ്മൾ ചിട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിറ്റ് ഫണ്ട് എന്ന് പറയുന്നതിന് തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ കുറി കമ്പനി എന്നാണ് പറയുന്നത്. അവർ കുറി എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഒരു പ്രാഗ്രൂപം എന്ന് പറയാവുന്ന രീതിയിലുള്ള ചായക്കുറി, ചങ്ങാതി പയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വളരെ ഇതിന്റെ പ്രിമിറ്റീവ് ആയിട്ടുള്ള രൂപങ്ങളുണ്ട്. പെട്ടെന്നൊരു ആവശ്യത്തിന് കാശാവശ്യമുള്ള ഒരാള് വേറെ കുറച്ച് ചങ്ങാതിമാരെയോ അയൽപക്കക്കാരെ എല്ലാവരെയും ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കുകയും ആ വരുന്നവർ ഇദ്ദേഹത്തിന് ആവശ്യമുള്ള തുക ഈക്വലായിട്ടോ അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ചിട്ടോ പൂൾ ചെയ്യുന്നു, അത് ഇദ്ദേഹം ഉപയോഗിക്കുന്നു. ഈ വന്നു കൂടിയവരിൽ മറ്റൊരാൾക്ക് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് വീണ്ടും അയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അതൊരു സർക്കിൾ എത്തുമ്പോഴത്തേക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെ ഈ ചങ്ങാതി പയറ്റ്, ചായക്കുറി എന്നൊക്കെയാണ് പല പേരുകൾ. വടക്കൻ മലബാറിലാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ അടുത്ത പടി ഇതൊരു ഒരാൾ നടത്തി അതിൽ അയാൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുക, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവുക, ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ടുകൾ വരാതിരിക്കുക, അങ്ങനെ ഒരു കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്ത് വന്നപ്പോഴാണ് ഇപ്പം നമ്മൾ കാണുന്ന ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായത് ചിറ്റാൾ എന്ന് പറയുന്നത്. അതായത് അയാളാണ് ഇതിൻ്റെ അകത്തെ ഇൻവെസ്റ്ററും ലോൺ എടുക്കുന്ന ആളും എല്ലാം. ആരാണോ ഈ സ്കീമിൽ സബ്സ്ക്രൈബ് ആവണേ അങ്ങനെ അയാളെയാണ് ചിറ്റാളൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ള സമ്മാന തുക, അതായത് ഈ ചിറ്റാളന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു പീരീഡിൽ
സമാഹരിക്കുന്ന മൊത്തം തുക, അതാണ് അതിന്റെ സല എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഫോർമാൻ. അതായത് ഈ ചിട്ടി ഇത് അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് ഈ ചിട്ടി നടക്കുന്നതും. അപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, ഇതിന്റെ പിരിവ്, ആളുകൾക്ക് വിതരണം ചെയ്യൽ, ഇതിന്റെ കടലാസുകൾ സൂക്ഷിക്കൽ, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് ഫോർമാൻ, തലയാൾ എന്ന് പറയുന്ന ഒരാൾ. ഈ 3 ടേംസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വിളിക്കുറവ് അല്ലെങ്കിൽ വീതപ്പലിശ, ഡിവിഡൻഡ് എന്നൊക്കെ ഉള്ള പേരിൽ അതിന്റെ അക്യുമുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിന്റെ അകത്തെ ലാഭനഷ്ട സാധ്യതകളെ നിശ്ചയിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്കീമിൽ ഒരു പർട്ടിക്കുലർ മാസം ഒരാൾക്ക് ആവശ്യമുണ്ട്, അയാൾ പരമാവധി വില പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സ്കീമാണ്, അപ്പോൾ അതിൽ അനുവദനീയമായിട്ടുള്ള 30% ആണെന്ന് കരുതുക. 30% വരെ നമുക്ക് ഫോർഗോ ചെയ്തുകൊണ്ട് നമുക്കത് വിളിച്ചെടുക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നവർ തമ്മിലൊരു മത്സരം. അപ്പോൾ ചിലപ്പോൾ അതൊരു പക്ഷേ നറുക്കായിരിക്കും, ചിലപ്പോൾ അതൊരു പക്ഷേ ലേലമായിരിക്കും. നറുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് നറുക്കിടുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് ആ ചിട്ടി കിട്ടുന്നു. അപ്പോൾ 30% ആണ് ആ ഡിസ്കൗണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഡിവിഡൻഡ് എന്നുണ്ടെങ്കിൽ, 1 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ നറുക്കിട്ടിട്ട് ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് 70,000 രൂപ സമ്മാനം കയ്യിൽ കിട്ടുന്നു. ആ 70,000 രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ 30,000 രൂപ പോകുന്നതിൽ സാധാരണ ഇപ്പൊ നിയമം അനുസരിച്ച് 5% ഇത് നടത്തുന്ന ആളുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം രൂപയിൽ 5,000 രൂപ ഫോർമാൻ അദ്ദേഹത്തിന്റെ കമ്മീഷനായിട്ട് എടുക്കുന്നു. ബാക്കി 25,000 രൂപ ബാക്കിയുണ്ട്. ഈ 25,000 രൂപ ഈ ചിട്ടി സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കൂടി വീതം വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും, കുറച്ച് ഇൻസ്റ്റാൾമെന്റുകൾ കഴിയുമ്പോഴത്തേക്കും ആവശ്യക്കാരുടെ ഒരു ത്വര കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയും രൂപ നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ലേലം എന്നുള്ള ലെവലിലേക്ക് വരും. അപ്പോൾ ഒരാൾ പറയും എനിക്ക് 10,000 രൂപ കുറച്ചാണെങ്കിൽ എനിക്ക് വേണം. അപ്പോൾ അടുത്ത ആൾ പറയും വേണ്ട, എനിക്ക് 15,000 രൂപ കുറച്ചാണെങ്കിലും കിട്ടിയാൽ നല്ലതാണ്. അങ്ങനെ പറഞ്ഞ് ആ ഒരു മത്സരത്തിന്റെ പുറത്ത് ഒരു 20,000 ഫിക്സ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ 20,000 നിന്ന് 5,000 രൂപ ഈ ഫോർമാൻ എടുക്കുന്നു, ബാക്കി 15,000 രൂപ വീതം വെച്ച് എല്ലാവർക്കും കിട്ടുന്നു. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ ഡിസ്കൗണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് താരം. ഈ ചിട്ടിയിൽ ചേരുന്നവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിശ്ചയിക്കുന്ന ഘടകം ഈ വീതപ്പലിശ, ഓപ്ഷൻ ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ ഈ 4 ടേംസ് ആണ് ചിട്ടിയിൽ പ്രധാനമായിട്ട് വരുന്നത്. ചിട്ടി എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു രീതികളെക്കുറിച്ച് അത്ര കാര്യമായി പരിചയം കാണില്ല. പഴയ തലമുറയിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. കാരണം ചെറിയ സാധാരണക്കാരൻ ചേർന്ന് രൂപീകരിക്കുന്ന ചിട്ടി മുതൽ ബാങ്കുകളുടെയും അതുപോലെ തന്നെ KSFE പോലുള്ള ചിട്ടി കമ്പനികളുടെയും ഒക്കെ ചിട്ടികൾ എടുത്തിട്ടുള്ളവരായിരിക്കും. ഈ ചിട്ടി അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അതായത് ഇതിന് ഈ ചിട്ടിയെ നിയന്ത്രിക്കാൻ 2 നിയമങ്ങളാണുള്ളത്. ഒന്ന് അതാത് സംസ്ഥാനങ്ങളുടെ ചിട്ടി നിയന്ത്രിക്കുന്ന നിയമം, കേന്ദ്ര ചിട്ടി നിയമം. ഈ 2 നിയമങ്ങൾ അനുസരിച്ചിട്ട് നിന്നിട്ടാണ് ഒരു ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് സെഗ്മെന്റിലുള്ള ചിട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ചിട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് തുടങ്ങുന്ന ചിട്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ആ സ്കീം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതിന് ഓരോ ചിട്ടിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ട്രഷറിയിലോ അത്തരത്തിലുള്ള അതെ, അത് നഷ്ടപ്പെട്ടു പോവില്ല എന്നുറപ്പുള്ള സ്ഥലത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 5% അവർക്ക് പരമാവധി ഫോർമാൻസ് കമ്മീഷൻ എടുക്കാൻ പറ്റുള്ളൂ. മുമ്പ് ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഓരോ ചിട്ടി കമ്പനിക്കാരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഫോർമാൻസ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നിർബന്ധമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളുടെ നാട്ടിലെ ചിട്ടി കമ്പനികളുടെ എണ്ണം കാര്യമായിട്ട്, അതായത് ഈ രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോയാൽ ബെനിഫിഷ്യൽ ആവുന്നവർ മാത്രമേ അത് നടത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചിട്ടി കമ്പനികളുടെ പൊളിയുന്ന ഒരു സാഹചര്യവും കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ അൺഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ചിട്ടികൾ സത്യത്തിൽ നിയമവിരുദ്ധമാണെന്നുള്ളത് മുമ്പേ പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്കീമുകളെല്ലാം, പിന്നെ അവര് ചിട്ടി എന്ന് പറഞ്ഞല്ല നടത്തുന്ന മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം, ആ രീതിയിൽ മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചങ്ങാതി ഫൈറ്റിന്റെ ഒക്കെ ഒരു രീതിയിലാണ് നമ്മുടെ സാധാരണ രീതിയിൽ ചിട്ടികൾ നടത്തുന്നത്. അപ്പം അത്
നിയമപരമായിട്ട് ഒരു ഓർഗനൈസ്ഡ് ചിട്ടി അല്ലാതെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് അത് ഓർഗനൈസ് ചെയ്യുന്നവർ സത്യസന്ധരല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ നഷ്ടം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ ഒരു ചിട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന ചിട്ടികളുടെ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ചിറ്റാളൻ ഉണ്ടാവും, ഒരു ഫോർമാൻ ഉണ്ടാവുന്നു, ചിറ്റാളന്മാരിൽ നിന്ന് തുക സമാഹരിക്കുന്നു, അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി? തീർച്ചയായിട്ടും ഈ ചിട്ടിയുടെ ഒരു നടത്തിപ്പ് എങ്ങനെയായിരിക്കും? നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജനപ്രിയമായ KSF തന്നെ എടുത്താൽ പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ പത്രത്തിന്റെ ഒപ്പമുള്ള നോട്ടീസുകൾ അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്കും പോസ്റ്റിലിരിക്കുന്ന ബാനറുകളെല്ലാം നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഉടനെ തുടങ്ങുന്ന ചിട്ടികൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും 5x5000x50 അല്ലെങ്കിൽ 40x10,000 അങ്ങനെ വലിയ കോടികൾ വരെയൊക്കെ പോകുന്ന എമൗണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ 25x40,000 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ ചിട്ടിയുടെ 10 ലക്ഷമാണ് നമ്മൾ ഈ സല എന്ന് പറയുന്നത്. ഇതിൽ ഫോർമാൻ എന്ന് പറയുന്നത് KSF ആണ്. അപ്പോൾ ഈ അത്രയും രൂപ, അത്രയും സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ 25,000x40, ആ 40 പേരെ കിട്ടിയാലേ ആ ചിട്ടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് നമ്മളിപ്പോൾ ചെന്നിട്ട് ഉടനെ നാളെ തന്നെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, നാളെ മുതൽ ചിട്ടി ഓപ്പറേറ്റ് ആവണം എന്ന് പറഞ്ഞാൽ നോർമലി നടക്കില്ല. ഫോർമാൻ അങ്ങനെ ഒരു സ്കീം അനൗൺസ് ചെയ്ത് അതിന് ഫുൾ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴാണ് പലപ്പോഴും പല ചിട്ടി കമ്പനികൾക്കും സംഭവിക്കാറുണ്ട്. സ്കീം അനൗൺസ് ചെയ്യും, ആവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടില്ല, അപ്പോൾ അവരത് തുടങ്ങാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം നോർമലി അവർ കളക്ഷൻ തുടങ്ങുന്നത് ഈ കമ്മിറ്റഡ് ആയിട്ട് ഈ 40 സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ആ നിശ്ചിത എണ്ണം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവരത് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ ഉടനെ അവർ ആ ചിട്ടി ആ ഒരു സ്കീമിന് പേരിടും. മിക്കവാറും ആ തുടങ്ങുന്ന മാസവും ഇയറൊക്കെ വെച്ചിട്ടായിരിക്കും അതിൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്ന് അത് കളക്ട് ചെയ്ത് തുടങ്ങും. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഫുൾ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് തുടങ്ങും. പിന്നെ അടുത്ത മാസം മുതൽ ഈ നടക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് എന്ത് കുറവ് വരുന്നോ അത്രയും രൂപ കുറഞ്ഞ് നമ്മളുടെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ 40x25,000, അതിൽ 25,000-ൻ്റെ ചിട്ടിയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം വരുമ്പോഴത്തേക്കും ആദ്യത്തെ നറുക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ലേലത്തിൻ്റെ അകത്ത് എത്ര രൂപ കുറഞ്ഞു പോയോ അത്രയും രൂപ ഈ 40 പേർക്കും കൂടി വീതം വെച്ച് കൊടുത്തിട്ട് വരുന്ന ബാലൻസ് തുക. അപ്പോൾ ചിലപ്പോൾ 23,000 രൂപയോ 22,000 രൂപയൊക്കെ ആയിരിക്കും അടയ്ക്കാനുണ്ടാവുക. അങ്ങനെ അത് അടച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത മാസം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫണ്ടിന് ആവശ്യമുള്ള ഒരാൾ വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ കുറച്ചുകൂടി കൂടുതൽ കിഴിവിന് അത് വിളിക്കും. അപ്പോൾ വീണ്ടും നമ്മൾക്ക് കുറഞ്ഞൊരു തുക അടച്ചാൽ മതിയാവും. അതല്ല, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തേക്കുന്നവരെല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അഗ്രസീവായിട്ട് കുറച്ച് വിളിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ പൊതുവെ ആ സ്കീമിൽ ഈ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റിൽ കാര്യമായ കുറവ് വരില്ല. 23,500, 24,000 ഒക്കെ വെച്ച് അടയ്ക്കേണ്ട വരുന്ന അങ്ങനെയൊക്കെ വരും. ഇതിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിലെ അൺസർട്ടനിറ്റി അല്ല, പക്ഷെ ഈ ഓപ്ഷൻ ഡിവിഡൻഡിലെ അല്ലെങ്കിൽ ഈ വീതപ്പലിശയിലെ കുറവ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത മാസം ഇത്ര രൂപ കുറച്ചായിരിക്കും വിളിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത മാസം ആരും തന്നെ വിളിക്കാൻ വരില്ല. അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ചിട്ടിയിൽ നറുക്കെടുത്ത് ചിറ്റാളന്മാർക്ക് തുക കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ലേലവും ഉണ്ട്. ഈ നറുക്കും ലേലവും എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതായത് ചിട്ടിക്കകത്തെ 2 മെത്തേഡുകളാണ്. ആർക്കാണ് പ്രൈസ് ചെയ്യേണ്ടതെന്നുള്ളതിന് 2 മെത്തേഡുകളാണ് ഈ നറുക്കും ലേലവും. അതായത് ചില തരം ചിട്ടികൾ മുഴുവനായിട്ടും ലേലമുള്ള ചിട്ടികളുണ്ട്. അത് ഈ ചിറ്റാളനാണ് ഫോർമാനാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും ആളുകൾ ജോയിൻ ചെയ്യണത്. അതായത് ഇപ്പോൾ KSF മൾട്ടി ഡിവിഷൻ എന്ന് പറയുന്ന ചിട്ടി, അത് സാധാരണഗതിയിൽ ഒരു ബണ്ടിൽ ഓഫ് ചിറ്റ് ഫണ്ട് സ്കീമാണ്. അതായത് ഒരേ തരത്തിലുള്ള ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 40x25,000, ആ 40x25,000-ന്റെ 4 ചിട്ടികൾ ചേർത്തിട്ട് ഒരു ബണ്ടിലായിട്ട്, അപ്പോൾ അതിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 40x4 160. ആ സ്കീമിൽ ഈ KSF മൾട്ടി ഡിവിഷൻ സ്കീമിൽ ഓരോ മാസവും ഒരു നറുക്കും 3 ലേലവുമാണ്. അതുപോലെ ഈ സ്കീം അനൗൺസ് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും: ഒരു നറുക്ക് ഒരു ലേലം, അല്ലെങ്കിൽ ആദ്യത്തെ 5 ഇൻസ്റ്റാൾമെന്റ് നറുക്ക് ബാക്കി ലേലം, അല്ലെങ്കിൽ ആദ്യത്തെ 5 ഇൻസ്റ്റാൾമെന്റ് ലേലം, അല്ലെങ്കിൽ അത് ഈ ഫോർമാനാണ് നിശ്ചയിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ നറുക്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു എത്ര രൂപയാണ് പ്രൈസ് മണി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ പ്രൈസ് മണി എന്ന് പറയുന്നത്
ഞാനിപ്പോൾ പറഞ്ഞ മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ അകത്താണെങ്കിൽ KSFE മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ അകത്താണെന്നുണ്ടെങ്കിൽ കൃത്യം ഫോർമാൻസ് കമ്മീഷൻ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പറയുള്ളൂ. ഫോർമാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമാൻസ് കമ്മീഷൻ പ്ലസ് അതിന്റെ GST എമൗണ്ട് അത്രയും കുറഞ്ഞിട്ട് ബാലൻസ് എമൗണ്ട് മുഴുവൻ, അതായത് ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടി ചേരുന്ന ഒരാൾക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സലയുടെ ഇപ്പോൾ 12 ലക്ഷം രൂപയാണ് സല എന്നുണ്ടെങ്കിൽ അതിന്റെ 5% 60,000 രൂപ പ്ലസ് ആ 60,000 രൂപയുടെ GST എമൗണ്ട് കുറച്ചിട്ട് ബാക്കി മുഴുവൻ എമൗണ്ടും ആൾക്ക് കയ്യിൽ കിട്ടും. അതേസമയം അതിൻ്റെ അകത്ത് തന്നെ ഈ ലേലമുണ്ട്. KSFE മൾട്ടി ഡിവിഷൻ ചിട്ടി എടുത്തു കഴിഞ്ഞാൽ 35% പരമാവധി ലേലം ചെയ്യാവുന്ന തുക. അതായത് സാധാരണ രീതിയിൽ ഈ ചിട്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എത്ര രൂപ വരെ പരമാവധി കുറച്ച് വിളിക്കാം എന്നുള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആളുകളെ പറ്റിക്കണ ഒരു നിലവാരത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഒരു റെഗുലേറ്ററി ലെവൽ എന്നുള്ള രീതിയിൽ അതെ, അതായത് മൾട്ടി ഡിവിഷൻ ചിട്ടികളിൽ 35+5, അല്ലാത്ത ചിട്ടികളിൽ 25+5 എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അപ്പോൾ അത്രയും രൂപ 25% വരെ വിളിക്കാം. അത് ഇപ്പൊ അത് തന്നെ വീണ്ടും നറുക്ക് വരാം. അതായത് പരമാവധിയിൽ വിളിക്കാൻ, അതായത് 25% അല്ലെങ്കിൽ 35% വിളിക്കാൻ 5 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെ ടൈ ബ്രേക്ക് ചെയ്യും? നറുക്കെടുക്കാനേ പറ്റുള്ളൂ. ഈ 5 പേര് പരമാവധിക്ക് വിളിക്കാൻ ഉദ്ദേശിക്കുന്ന 5 പേരുടെ ഇടയിൽ നറുക്കിട്ടിട്ട് അവർക്ക് പ്രൈസ് ചെയ്യും. അപ്പോൾ നറുക്ക് ലേലം എന്ന് ജനറലി ചിട്ടിയിൽ പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. അതായത് എങ്ങനെ ആ മാസത്തെ പ്രൈസ് മണി ഫിക്സ് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നറുക്ക് അല്ലെങ്കിൽ ലേലം വെക്കുന്നത്. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ആള് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ട് വിളിക്കും. ഇത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അങ്ങനെയെങ്കിൽ ഈ ചിട്ടിയിൽ ചേരുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചിട്ടിയിൽ ചേരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ഈ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ മനസ്സിലാക്കാനൊന്നും അറിയില്ലാത്ത ഒരാൾ പോയി ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഒരു കാരണവശാലും ചിട്ടി എന്താണെന്ന് കൃത്യം മനസ്സിലാക്കിയ ശേഷം ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം 40 മാസം അല്ലെങ്കിൽ 60 മാസമൊക്കെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അത് നമ്മൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോരുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ചിട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചേരുന്ന ആ ചിട്ടി സ്കീം നടത്തുന്ന ഫോർമാൻ്റെ ഒരു വിശ്വാസ്യത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് നമ്മൾ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഓർഗനൈസ്ഡ് ചിട്ടികളും നമ്മൾ പറഞ്ഞ സംഘടനകളൊക്കെ ആയിട്ടുള്ള അല്ലാതെ വ്യക്തികൾ നടത്തുന്ന ചിട്ടികളുണ്ട് ഒത്തിരി. നാട്ടുമ്പുറങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു ചിട്ടിക്കാരൻ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്തെ ഏക കാര്യം എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ്. ആ മനുഷ്യനെ നമ്മൾ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ആ മനുഷ്യൻ ഈ ചേരുന്നവരെയും വിശ്വസിക്കുന്നുണ്ട്. ഈ 2 കൂട്ടരെയും വിശ്വാസ്യതയിലാണ് ഈ ചിട്ടി എന്ന് പറയുന്ന ഒരു സ്കീം നിൽക്കുന്നത്. കാരണം ഇപ്പോൾ 40 പേരെ ചേർത്തിട്ട് അല്ലെങ്കിൽ 50 പേരെ ചേർത്തിട്ട് ഈ മനുഷ്യൻ ഒരു ചിട്ടി നടത്തുന്നു. ആ ചിട്ടിയിൽ ചേർന്ന ഒരാൾ പ്രൈസ് ചെയ്ത് എടുത്തു പോയിട്ട് അയാൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഇയാൾ പ്രശ്നത്തിലാവും. അങ്ങനെ 2ഓ 3ഓ ഡിഫോൾട്ട് വന്നാൽ ഇദ്ദേഹത്തിന് ഈ ചിട്ടിയുടെ പ്രൈസ് മണി കൊടുക്കാൻ പറ്റാതെ വരെയും ഇയാളൊരു ക്രൈസിസിൽ വന്നിട്ട് തീരെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇയാൾ മുങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഫണ്ട് ഇട്ടിരിക്കുന്നവരെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ നാട്ടിൽ അങ്ങനത്തെ ചിട്ടികൾ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പൊതുവെ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ വയറ്റിപ്പഴപ്പ് ഇല്ലാതെ ആക്കാനാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കതിൽ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള ഉപദേശമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, നിങ്ങളെ അങ്ങനെ ആരെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളുടെ വിശ്വാസ്യത നോക്കി മാത്രം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തട്ടിപ്പ് പറ്റിപ്പോയിട്ട് വല്ല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നല്ലാതെ നമുക്ക് അതിനെ അഗെയിൻസ്റ്റ് കാര്യമായ നിയമ നടപടികളൊന്നും തന്നെ എടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു അൺഓർഗനൈസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അതായത് ഒരു വ്യക്തി നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അത് നമ്മൾ ഇതിനൊന്നും പ്രത്യേകിച്ച് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഏതെങ്കിലും ഒരു ചെറിയ ബുക്കിലായിരിക്കും ചിലപ്പോൾ കളക്ഷനെ പറ്റി എഴുതി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരിക്കലും ചിട്ടി നമ്മൾ ചേരുന്നുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി, പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു KSFE ആയിരിക്കും കുറച്ചുകൂടി. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഞാനിത് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് KSFEയോട് പ്രത്യേകിച്ച് ഒരു താല്പര്യങ്ങളും ഇല്ല. ഞാനൊരു KSFE സബ്സ്ക്രൈബർ അല്ല, ഞാനൊരു KSFEയിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടുന്ന ഒരാളല്ല. പക്ഷേ
ഒരു അഡ്വാൻറ്റേജ് മറ്റു പ്രൈവറ്റ് ചിട്ടി കമ്പനികളെയും ഒക്കെ അപേക്ഷിച്ച് എനിക്ക് KSFEയിൽ തോന്നിയേക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിട്ടി ആക്ട് അനുസരിച്ചിട്ടുള്ള നടപടികൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. സേഫ്റ്റി മെഷേഴ്സ്, അതായത് ജനങ്ങളുടെ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ KSFEയിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്രയും മറ്റുള്ളവരെ വെച്ച് മാർക്കറ്റിൽ ഒരു ഐക്കണായിട്ട് നിൽക്കുന്നതിന്റെ ഒരു റീസൺ ആ ഒരു സേഫ്റ്റി എലമെന്റ് തന്നെയാണ്. ഇപ്പോൾ ചിട്ടി ലേലം വിളിക്കുന്നവർ, സർക്കാർ ഗ്യാരണ്ടിയുടെ കാര്യം പറഞ്ഞു, ഈ ചിട്ടി ലേലം വിളിച്ചെടുക്കുന്നവർ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. ഇത് പലപ്പോഴും ബുദ്ധിമുട്ടായി പലരും പറയാറുമുണ്ട്. ചിട്ടി ലേലം വിളിച്ചെങ്കിലും തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ കൊടുക്കണം, അതുപോലെ തന്നെ വസ്തുജാമ്യം കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടായിട്ടും കാണാറുണ്ട്. എന്താണ് ഈ ജാമ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാരണ്ടിയുടെ ഒരു ആവശ്യകത? അതായത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പൂളിംഗ് ഓഫ് മണി, പല ആളുകളുടെ കയ്യിൽ നിന്ന് പണം വന്നിട്ട് ആ പണമാണ് ഒരു പ്രാവശ്യം പ്രൈസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. അതായത് ഓരോ മാസവും നമ്മൾ പൂൾ ചെയ്യുന്ന തുക ആ മാസം ലേലം വിളിക്കുകയോ നറുക്കെടുക്കുകയോ ചെയ്ത് ഡിറ്റർമിൻ ചെയ്ത് ആ പ്രൈസ് കിട്ടിയ ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇതിൽ നടക്കുന്നത്. അപ്പൊ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഇപ്പൊ ചിട്ടി ചേർന്ന ഒരാള് കൃത്യമായിട്ട് ചിട്ടി അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കുക, പ്രൈസ് ചെയ്യപ്പെട്ട ആളോ പ്രൈസ് ചെയ്യപ്പെടാത്ത ആളോ ഒരാൾ ചിട്ടി അടയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ ഫോർമാൻ അതിനും മാത്രം ഇപ്പോൾ 10-25 സ്കീം നടത്തുന്ന ഒരു ഫോർമാനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചിട്ടിയിൽ ഒരു സബ്സ്ക്രൈബർ ചിലപ്പോൾ ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതല്ലാതെ ഒരു ലിമിറ്റഡ് എണ്ണം ചിട്ടികൾ കൃത്യമായിട്ട് നടത്തി പോകുന്ന ഒരു ഫോർമാനെ സംബന്ധിച്ച് അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ഞാൻ പറയണം കേട്ടോ. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും 1-2 സബ്സ്ക്രൈബേഴ്സ് ചിട്ടി മുടക്കി കഴിഞ്ഞാൽ പ്രൈസ് കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലാത്തൊരു സാഹചര്യം വരും. ഈ കിട്ടുന്ന 5% നിന്ന് ഇദ്ദേഹത്തിന് ഈ ഓഫീസും സംവിധാനങ്ങളും മുഴുവൻ ഓടിക്കണം. ഈ പ്രൈസ് മണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ആളുകളുടെ കളക്ഷനിൽ നിന്ന് തന്നെ കൊടുക്കണം. അപ്പൊ അതിൽ ഒരാൾ മുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം തന്നെ അപകടത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് അവര് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് തക്ക ഈട് വാങ്ങി വെക്കുക. അപ്പൊ KSFEക്ക് എനിക്ക് എൻ്റെ ഒരു അറിവനുസരിച്ച് 8-10 മാർഗങ്ങളുണ്ട്. ഗോൾഡ്, പ്രോപ്പർട്ടി, സർക്കാർ ജോലിക്കാർ മാത്രമല്ല, എയ്ഡഡ് സ്ഥാപനങ്ങളിലോ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യണവരുടെ സാലറി അറ്റാച്ച്മെന്റ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡെപ്പോസിറ്റ് റെസിപ്റ്റുകൾ, ഇൻഷുറൻസ് പോളിസികൾ, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഉണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് കമ്പനികൾ അത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് കൊടുക്കണില്ല എന്ന് തോന്നുന്നു. ഏതാണെങ്കിലും ഒരു 99% സ്ഥാപനങ്ങൾ സെക്യൂരിറ്റി ഇല്ലാതെ ഒരു സ്ഥാപനങ്ങളും പണം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിന്റെ എണ്ണത്തിലും സീരിയസ്നെസ്സിലും ചിലപ്പോൾ ഒരു പക്ഷേ സ്ട്രിഞ്ചൻസിയിലൊക്കെ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പണം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിലായിരിക്കും നമുക്ക് ഏറ്റവും വിശ്വാസപൂർവ്വം ചേരാൻ പറ്റുക. കാരണം ഒരു കാരണവശാലും ഈ ഡിഫോൾട്ട് കൊണ്ട് സ്കീം പൊളിയോ നമ്മളുടെ കാശ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണം കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതേ സിറ്റുവേഷനിൽ നമ്മൾ ലോൺ എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക, ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലോ ബാങ്കിലോ NBFCയിലോ എവിടെ ലോൺ എടുക്കാൻ ചെന്നാലും പ്രൊസീജിയേഴ്സ് ഇതിനേക്കാളും നീണ്ടുപോകും. ഈ ഇപ്പൊ ചിട്ടി കിട്ടി ആ കാശ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടാൻ നമ്മൾ കുറെ ഓടേണ്ട വന്നു എന്ന് പറയുന്ന അതിനേക്കാൾ എത്രയോ ഇരട്ടി ഓടണം നമുക്കൊരു ബാങ്ക് ലോൺ. ആദ്യം തന്നെ സിബില്, പിന്നെ നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി, റിട്ടേൺ ഫയലിംഗ് ഹിസ്റ്ററി, നമ്മുടെ ടാക്സ് എത്രത്തോളം ടാക്സ് അടച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഇതെല്ലാം നോക്കി ഒരുപാട് ക്രെഡിറ്റ് റേറ്റിംഗും അപ്രൈസലും നടത്തിയിട്ടാണ് ഒരു ലോൺ കിട്ടുക. അതിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ചിട്ടി കിട്ടിയിട്ട് അതിൻ്റെ പ്രൈസ് മണി വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അത് എത്രത്തോളം ശ്രമകരമാവണോ അത് അത്രത്തോളം സുരക്ഷിതമായിരിക്കും ഒരു പക്ഷേ ആ സ്ഥാപനത്തിലെ സബ്സ്ക്രൈബർ ആവുന്ന എല്ലാവരുടെയും അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചിട്ടി ലോണുകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ചിട്ടിയിൽ നിന്നുള്ള ഒരു ലോൺ എന്ന് പറയുന്ന സംവിധാനം? ലോൺ അഗെയിൻസ്റ്റ് ചിട്ടി ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. ലോൺ അഗെയിൻസ്റ്റ് ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പണം അവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് 60 മാസത്തേക്ക് അല്ലെങ്കിൽ 100 മാസത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് അവരുടെ അടുത്തുണ്ട്. അതായത് അവരുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മൾ, അവരുടെ ഒരു കസ്റ്റമറാണ് നമ്മൾ. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഫണ്ടിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഓരോ ഫോർമാനും അവർക്ക് അതിനുള്ള, പിന്നെ അതിനൊരു കാര്യമുണ്ട്, ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കമ്പനീസ് ആക്ടിന്റെ എല്ലാം പരിധിക്കകത്ത് നിന്ന് അതിൽ അലൗഡ് ആയിട്ടുള്ള ലോണേ ഒരു സ്ഥാപനത്തിന് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അവർ ഫ്രെയിം ചെയ്യുന്ന സ്കീമുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് KSFയിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മളൊരു ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ 10% കൂടുതൽ സബ്സ്ക്രിപ്ഷൻ അടച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ ടോട്ടൽ സലയുടെ 50%ഓളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാം. പക്ഷേ ആ ലോൺ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ലോൺ കിട്ടൽ വളരെ എളുപ്പമായിരിക്കില്ല. നമ്മൾ ഏതൊരു ലോൺ എടുക്കണ പോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സെക്യൂരിറ്റിയോ ഗ്യാരണ്ടിയോ എല്ലാം കൊടുത്തിട്ട് തന്നെയായിരിക്കും അത് നമുക്കൊരു സൗകര്യം എന്നുള്ള രീതിയിലല്ലാതെ ഒരു വളരെ എളുപ്പമായിട്ട് ലോൺ കിട്ടാവുന്ന ഒരു മാർഗമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാനിപ്പോൾ പറഞ്ഞ ഏതൊരു ഫോർമാൻ ആണെങ്കിലും ഈ പറഞ്ഞ RBIയുടെയും കമ്പനീസ് ആക്ടിൻ്റെ ഒക്കെ പരിധികൾക്ക് അകത്ത് നിന്നുകൊണ്ട് അവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ചിട്ടി ലോൺ എന്ന് പറയുന്നത്. ലോൺ അഗെയിൻസ്റ്റ് ചിട്ടിയാണ്. ചിട്ടികൾ റിസ്ക് ആണെന്ന് കരുതുന്ന പലരുമുണ്ട്. ഇപ്പോൾ പഴയ പല അനുഭവങ്ങളുമുണ്ട്. വലിയ ചിട്ടി കമ്പനികൾ പൊട്ടിപ്പോയതും പണം നഷ്ടമായതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളവരായിരിക്കാം അങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഈ ഒരു ചിട്ടിയെ ഒരു മോശം ഇൻവെസ്റ്റ്മെൻ്റ് ആയി കാണുന്നത്? അല്ല, ചിട്ടിയിലെ റിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഫോൾട്ട് റിസ്ക് ആണ് ചിട്ടിയിൽ പ്രധാനമായിട്ടുള്ളത്. ഈ ചിട്ടി സ്കീം പ്രൊമോട്ട് ചെയ്യുന്നവർ, അതായത് ആ ഫോർമാൻ്റെ വിശ്വസ്തതയാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഫോർമാൻ നിരായുധനായി പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ വിശ്വസ്തനല്ലാതെ ആവുമ്പോഴാണ്. പിന്നെ പല സമയങ്ങളിലും നമ്മൾ അത് ഒരു പക്ഷേ ചിട്ടി കമ്പനികൾ പൊളിയുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും ഓർഗനൈസ്ഡ് അല്ലാതിരുന്ന സമയത്ത്, ഈ കേന്ദ്ര ചിട്ടി നിയമമൊക്കെ വരുന്നതിന് മുമ്പ് ഈ ജമ്മു താവി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫരീദാബാദ് ഹെഡ് ഓഫീസ് എപ്പോഴും വേറെ ഈ ചിട്ടി നിയമങ്ങൾ സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ അതിൻ്റെ ഒരു ബ്രാഞ്ച് ആയിരിക്കും. ഇതിന് നറുക്കെടുപ്പ് നടക്കുന്നതെല്ലാം ഈ പറഞ്ഞ നമ്മളുടെ ഇതര സംസ്ഥാനങ്ങളിലായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഈ ചിട്ടി കമ്പനികൾ കൂണുപോലെ മുളച്ചു പൊങ്ങുകയും ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ട് മുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ കാര്യത്തിലൊക്കെ ഈ ഓർഗനൈസ്ഡ് സെഗ്മെന്റിൽ സർക്കാരിന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചിട്ടി കമ്പനികൾ അങ്ങനെ പൊളിയുന്ന വാർത്തകളൊന്നും നമ്മളധികം കേൾക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിജീനസ് നമ്മുടെ നാട്ടുചിട്ടികളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ റിസ്ക് ഇപ്പോഴും എന്നാ ഈ വർഷങ്ങളായിട്ട് 40 കൊല്ലം 50 കൊല്ലമായിട്ട് ഇത് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഈ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലും അല്ലാതെ ഉള്ള ഓർഗനൈസ്ഡ് ചിട്ടികളോടൊപ്പം വിശ്വാസ്യത ഉള്ള പ്രൈവറ്റ് ചിട്ടികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഉള്ളത്. പക്ഷെ ഈ എപ്പോൾ നോക്കി നമ്മളെവിടെ തിരിഞ്ഞാലും ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും 4 ചിട്ടി പൊട്ടിയ കഥ നമുക്ക് കേൾക്കാനുണ്ടാവും. അപ്പൊ ആ ഒരർത്ഥത്തിലാണ് ഇതിൽ റിസ്ക് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ റിട്ടേൺ വൈസ് ഇപ്പം നമ്മൾ സ്മാർട്ടായിട്ടുള്ള മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ചിട്ടി അതിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയൊരു സ്കീമല്ല. അപ്പം അത് ആ ഒരു റിസ്ക്, അതായത് നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്, ആ ഒരു റിസ്ക് വേണമെങ്കിൽ ചിട്ടിയിൽ പറയാം. ഈ ആധുനിക തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ലാഭസാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ്. എനിക്ക് തോന്നുന്ന ഈ നികുതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിക്ഷേപ പദ്ധതികൾക്ക് നികുതി നമ്മളൊരു വലിയ തോതിൽ അല്ലെങ്കിൽ അതിൻ്റെ ശതമാനത്തിനനുസരിച്ച് കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. പക്ഷേ ചിട്ടിയിൽ അത്രയധികം നികുതി ബാധ്യത ഉണ്ടാവുന്നില്ല എന്ന് പറയാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അല്ല, ചിട്ടിയിൽ നികുതി ബാധ്യത ഇല്ല എന്നുള്ളതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ മറ്റുള്ള സേവിങ്സ് ഓപ്ഷൻസ്, അതായത് FD ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ലംസം ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് SIP ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീമുകൾ ഏതും ആയിക്കോട്ടെ, ഷെയർ ആയിക്കോട്ടെ, ഷെയറിൻ്റെ അകത്തെ മറ്റു കാര്യങ്ങളുണ്ടല്ലോ, F&O അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്, ആ ഏത് സെഗ്മെന്റ് എടുത്താലും ഇതിൻ്റെ അകത്തെല്ലാം ഈ ഗവൺമെന്റ് എക്സ്ചക്കർ ആ ഇൻഫർമേഷൻ ഗവൺമെന്റിന് കിട്ടാനുള്ള ആ ഒരു സിസ്റ്റം അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. TDS ആയിട്ടും ആനുവൽ ഇൻഫർമേഷൻ റിപ്പോർട്ടായിട്ടും പല രീതിയിൽ ഗവൺമെന്റിലേക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ പോവുകയും ഗവൺമെന്റിന് ഈസി ആയിട്ട് ഈ ഇൻവെസ്റ്ററെ ഈ ഡെപ്പോസിറ്റുമായിട്ട് മാപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ചിട്ടിയിൽ അതൊരു പക്ഷേ ഈ ഓൾ ഇന്ത്യ ബേസിൽ ഒരു വലിയ ബിസിനസ് അല്ലാത്തത് കൊണ്ടാണോ എന്തോ, പിന്നെ ഒരു ഇൻഡിജിനസ് ഫോം ഓഫ് ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതിലിപ്പോഴും നിലവിൽ TDSന്റെ സിസ്റ്റോ അങ്ങനത്തെ റിപ്പോർട്ടിങ്ങിന്റെ സിസ്റ്റോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നതാണല്ലോ ക്രിപ്റ്റോ കറൻസീസ്, വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. അത് തന്നെ ഈ ഗവൺമെന്റിന് മനസ്സിലാക്കാൻ പറ്റി തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ഇവിടെ ഈ നാട്ടിൽ ക്രിപ്റ്റോ ഒക്കെ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. ക്രിപ്റ്റോയെ ഈ കൃത്യമായിട്ട് ക്രിപ്റ്റോ ട്രാൻസാക്ട് ചെയ്യുന്നവരെ ഗവൺമെന്റിന് കാണാവുന്ന രീതിയിലേക്ക്
ഒരു റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വന്നിട്ട് 3-4 വർഷങ്ങളായിട്ടുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചിട്ടി ആസ് ഓഫ് നൗ അങ്ങനെ ഒരു കാര്യം ചെയ്യണില്ല. അതുകൊണ്ട് നമ്മളുടെ തെറ്റിദ്ധാരണയാണ് ചിട്ടിയിൽ ടാക്സേഷൻ ഇല്ല എന്നുള്ളത്. ചിട്ടിയിൽ ടാക്സേഷൻ ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ GST. ഈ ചിട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പ്രൈസ് കിട്ടുന്ന സമയത്ത് ഫോർമാൻസ് കമ്മീഷൻ എടുക്കുന്നതിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ അതിൻ്റെ ഫോർമാൻസ് കമ്മീഷനാണ്. ഫോർമാൻസ് കമ്മീഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ GST ലയബിൾ ആയിരിക്കാനാണ് സാധ്യത മിക്കവാറും എല്ലാ ചിട്ടി കമ്പനികളും. കാരണം അത്രയ്ക്ക് സ്കീമുകൾ അവർക്ക് ഉണ്ടാവും, എന്നാൽ അത് ലാഭകരമായിട്ട് പോവുള്ളൂ. അപ്പോൾ GST രജിസ്ട്രേഷനുള്ള ഒരു ഫോർമാൻ ആണെങ്കിൽ ഈ 50,000 രൂപയുടെ പുറത്ത് അല്ലെങ്കിൽ നമ്മളുടെ എത്രയാണോ നമ്മളുടെ ആ പർട്ടിക്കുലർ പ്രൈസ് കിട്ടിയ ചിട്ടിക്കകത്തെ ഫോർമാൻസ് കമ്മീഷൻ അതിൻ്റെ പുറത്ത് 18% GST കളക്ട് ചെയ്യും. അപ്പോൾ ചിട്ടിയിൽ ഒരു ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ എഫക്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. രണ്ടാമത് ചിട്ടിയിൽ പറഞ്ഞ എവിടെയാണെന്ന് വെച്ചാൽ ഈ ചിട്ടി തുക നമുക്ക് കിട്ടുന്ന ഉടനെ പ്രൈസ് മണി കിട്ടിയാൽ ഉടനെ അതിൻ്റെ പുറത്തൊരു ടാക്സേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ അല്ലെന്നുള്ളതാണ്. അത് ഒന്ന് അതിന് TDS ഇല്ലാത്തതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു പക്ഷേ ഗവൺമെന്റ് TDS കൊണ്ടുവരാത്തത് ഇതിന്റെ കോംപ്ലക്സിറ്റി കൊണ്ടായിരിക്കും. കാരണം ഏത് പോയിന്റിലാണ് ഇത് ഇൻകം ആവുന്നത് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. എപ്പോഴാണ് നമുക്ക് ചിട്ടിയിൽ ഇൻകം ആവണത്? നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അടയ്ക്കാനുള്ള തുകയും നമുക്ക് കിട്ടിയ തുകയും തമ്മിൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് വരുമ്പോഴാണല്ലോ. അതായത് നമുക്ക് കിട്ടിയ തുകയേക്കാൾ കുറവാണ് നമ്മൾ അടച്ചു തീർത്ത തുക എന്ന് പറയുമ്പോഴാണ് അതിൽ പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ചിട്ടി ചേർന്നു, ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് തന്നെ നമുക്ക് ചിട്ടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അതിലെ ഗെയിൻ എത്രയാ ലോസ് എത്രയാന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ തവണത്തെയും പ്രൈസ് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ചിട്ടിയിൽ ഒരു നന്നായിട്ട് പോണ ഒരു ചിട്ടിയിൽ സാധ്യതയില്ല. ജനപ്രിയമായിട്ടുള്ള ഒരു ചിട്ടിയിൽ അത് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ പോയിന്റിൽ ഒന്നും ചിട്ടിയെ പിന്നെ വീത പലിശ ഇതിൽ ടാക്സബിൾ ആയിട്ടല്ല കൺസിഡർ ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത്? നമ്മൾ ആ ചിട്ടി സ്കീം തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും നമുക്ക് കിട്ടിയ എമൗണ്ടും അത് തമ്മിലുള്ള ഡിഫറൻസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇൻകമാണ്. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നഷ്ടത്തിലാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചിട്ടി വലിയ കുറവിന് വിളിച്ചെടുത്തു, നമ്മൾ അടച്ചു തീർക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ അടച്ചിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും അവസാനം വരെ കാത്തു നിന്ന് ചിട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ അടച്ചു തീർത്ത എമൗണ്ടിനേക്കാൾ ഒരു ചെറിയ തുകയെങ്കിലും കൂടിയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ നമുക്കൊരു ലാഭമുണ്ട്. ആ പ്രോഫിറ്റ് ഓൺ ചിട്ടി ടാക്സബിൾ ആണ്. അത് എവിടെ ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സ്ഥലത്തും ചിട്ടിയുടെ പ്രൈസ് ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പത്തെ നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 തരം ഹെഡ് ഓഫ് ഇൻകം ഉണ്ടെന്ന്. അതിൽ ആദ്യത്തെ സാലറിയാണ്, അതിൽ നമുക്ക് വരില്ല. രണ്ടാമത്തെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണ്, വീട്ടുവാടക, അതിൽ വരില്ല. മൂന്നാമത്തെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം ആണ്, അതിലും ഇത് വരില്ല. നാലാമത്തെ ക്യാപിറ്റൽ ഗെയിൻ ആണ്, അതിലും ഇത് വരില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? പിന്നെ റെസിഡ്യൂറി ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിഡ്യൂവൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പൊ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഈ ചിട്ടി പ്രോഫിറ്റ് ഫ്രം ചിട്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ടാക്സബിൾ ആണോ എന്ന് ചോദിച്ചാൽ ടാക്സബിൾ ആണോ എന്ന് ചോദിച്ചാൽ ടാക്സബിൾ തന്നെയാണ്. പക്ഷെ പൊതുവെ ഈ ഒരു റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വരാത്തത് കൊണ്ടും ആളുകളുടെ 26 IASലും AISലും ഒന്നും ഇത് വരാത്തത് കൊണ്ട് ഇത് പൊതുവെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒരു സ്ക്രൂട്ടിനി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഓഫീസർ ഇത് ചോദിക്കുകയും ഇതിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയും ചെയ്താൽ ആ സമയത്ത് അത് നമ്മൾ ഉറപ്പായിട്ടും പീനലൈസ് ചെയ്യപ്പെടും. സേഫായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ ഏത് പോയിന്റിൽ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നോ ആ പോയിന്റിൽ അത് ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നിലവിലില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ഒരു ചിട്ടി ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ടാക്സിൽ നമ്മൾ കാണിക്കുക? ഈ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ സാധാരണ രീതിയിൽ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ നമുക്ക് ചിട്ടി പ്രൈസ് ചെയ്ത് കിട്ടുമ്പോഴോ ഒന്നും പറയാനില്ല. ചിട്ടി പ്രൈസ് ചെയ്ത് കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഇൻസ്റ്റാൾമെന്റുകളാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനിൽ ആ വർഷത്തെ റിട്ടേണിൽ അത് കാണിക്കണം. ഇല്ലെങ്കിൽ ചിട്ടി എന്ന് തീരുന്നോ ആ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ നമുക്ക് കൃത്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വർഷത്തെ റിട്ടേണിൽ അത് കാണിക്കുക എന്നുള്ളതാണ് കറക്റ്റ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രൂട്ടിനിയാണ്. സ്ക്രൂട്ടിനി വരുന്ന സമയത്ത് നമുക്കിത് പറയാനുള്ള കൃത്യമായ ഒരു സാഹചര്യം ഉണ്ടാവണം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ സാധാരണ ഇതിൽ ഫണ്ടിന് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ലാത്തവർ ചിട്ടി കിട്ടി കഴിഞ്ഞാൽ ഉടനെ ഫണ്ട് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ഇടാറുണ്ട്. കാരണം ഒരു സാധാരണ ബാങ്ക് ഇൻട്രസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാഭകരമാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് ആ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്ന KSF നിന്നാണെന്നുള്ളത് കൊണ്ട്
ആളുകൾക്ക് ഒരു ധാരണയുണ്ട് അതിന് ടാക്സ് ഇല്ലെന്ന്. പക്ഷേ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെ നിന്ന് കിട്ടുമ്പോൾ ടാക്സ് ഉള്ള പോലെ തന്നെ KSFE-യിൽ നിന്ന് കിട്ടുമ്പോഴും ടാക്സ് ഉണ്ട്. ഒരു 10 വർഷം മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു KSFE കൃത്യമായിട്ട് എല്ലാ ബ്രാഞ്ചുകളൊന്നും TDS കട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം TDS കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ടാണ് KSFE ഇൻട്രസ്റ്റ് ഇൻകം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും KSFE-യിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഫ്രം KSFE അറ്റ് പാർ വിത്ത് ബാങ്ക് ടാക്സബിൾ ആണ്. ഈ ചിട്ടിയുടെ കേസിൽ പ്രൈസ് മണി മൈനസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് അത് പോസിറ്റീവ് ആണെങ്കിൽ അത് ടാക്സബിൾ ഇൻകം ആണ് അണ്ടർ അതർ സോഴ്സസ്.